നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം ആദ്യം തന്നെ ചാനൽ മോണിറ്റൈസ് ആക്കണമെന്നുള്ളതായിരിക്കും. അതായത് വീഡിയോ ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ഇനി അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞാലും ഞാൻ ഈ പറയാൻ പോകുന്ന യൂട്യൂബിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഏത് സമയത്തും ഡിസേബിൾ ആവും. പലരുടെയും യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ അങ്ങനെ ഡിസേബിൾ ആവുന്നുണ്ട്. എന്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ അങ്ങനെ ഡിസേബിൾ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മോണിറ്റൈസേഷൻ ഇങ്ങനെ ഡിസേബിൾ ആവുന്നത്, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട, എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സിന്റെ വഴി മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, യൂട്യൂബ് ലോങ് വീഡിയോസിന്റെ വഴി മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ ആണ് നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മോണിറ്റൈസ് ചെയ്യാം. ഇനി നമ്മൾ ലോങ് വീഡിയോസിന്റെ ത്രൂ ആണെന്നുണ്ടെങ്കിൽ വാച്ച് ടൈം ആണ് അവിടെ നോക്കുന്നത്. 4000 അവേഴ്സിന്റെ വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് 365 ഡേയ്സിലാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം പലരും മറന്നു പോകുന്നു. അതുകൊണ്ട് പലരുടെയും ചാനലിന്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവുന്നു. അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് വിചാരിച്ച് എല്ലാ സമയവും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് 365 ഡേയ്സിൽ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. ഈ ലാസ്റ്റ് 365 ഡേയ്സ് നമ്മൾ ഈ മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പുള്ളത് മാത്രമേ നോക്കത്തുള്ളൂ. മോണിറ്റൈസേഷന് ശേഷം ഈ ലാസ്റ്റ് 365 ഡേയ്സ് നോക്കുമ്പോൾ നമുക്ക് ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ കേസിലാണ് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിലും നിങ്ങൾ റെഗുലർ ആയിട്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് 365 ഡേയ്സ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു ത്രെഷോൾഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു വാച്ച് ടൈമിന്റെ ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഈ ഒരു ത്രെഷോൾഡ് എപ്പോഴും നമ്മുടെ ചാനലിൽ ലാസ്റ്റ് 365 ഡേയ്സ് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിട്ട് പോകും. ഒരുപാട് പേരുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. പലരും ഈ മോണിറ്റൈസ് ആയി ഇനി കുഴപ്പമൊന്നുമില്ല, എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വാച്ച് ടൈം കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്, എനിക്ക് കിട്ടുന്ന പൈസ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ഏത് സമയത്തും നഷ്ടപ്പെടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലാസ്റ്റ് 365 ഡേയ്സിൽ നിങ്ങളുടെ ചാനലിന്റെ വാച്ച് ടൈം എത്രയാണെന്ന് നോക്കുക. ഈ പറയുന്ന ത്രെഷോൾഡ് കംപ്ലീറ്റ് ആകുന്നതിന് അത്രയും നിങ്ങളുടെ ചാനലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നിങ്ങൾക്കൊരു മെയിൽ വരും. അതായത് ഒരു 30 ഡേയ്സ് ആയിരിക്കും യൂട്യൂബ് നമുക്കൊരു ടൈം തരുന്നത്. ഈ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു ത്രെഷോൾഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകത്തില്ല, നമുക്ക് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകുകയും അതിനുശേഷം വീണ്ടും നമുക്ക് റീമോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അതായത് ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മൾ എപ്പം കംപ്ലീറ്റ് ചെയ്യുന്നു അന്നേരം മാത്രമേ നമ്മുടെ ചാനലിൽ വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പല ആളുകൾക്കും ഈ ഒരു കാര്യം അറിയത്തില്ല. അപ്പൊ ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച് പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മോണിറ്റൈസേഷൻ പോയി, മോണിറ്റൈസ്ഡ് ആയിരുന്നു, ഇപ്പൊ പൈസ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ തുടക്ക സമയത്ത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെ ആത്മാർത്ഥത കാണിച്ചു, എങ്ങനെ വർക്ക് ചെയ്തു, അതുപോലെ നമ്മൾ ഇപ്പം ചെയ്യുന്നില്ല. പെയ്ഡ് സബ്സ്ക്രൈബേഴ്സും പെയ്ഡ് വ്യൂ ഒക്കെ ഉണ്ടാക്കിയവരാണ് ഇതിൽ പെടാനായിട്ട് പോകുന്നത്. അതായത് 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും അവർ പൈസ കൊടുത്തുണ്ടാക്കി. അതിനുശേഷം മുന്നോട്ടുള്ള സമയത്ത് അവർക്ക് ഈ പറയുന്ന വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മോണിറ്റൈസേഷൻ ലാസ്റ്റ് 365 ഡേയ്സിൽ നോക്കുന്നുണ്ട് ഈ ക്രൈറ്റീരിയ ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരും ഈ 4000 അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പേ ചെയ്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കളഞ്ഞ് ഒരു പരിപാടി ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ പെടും. അതായത് ഈ 365 ഡേയ്സ് നോക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ നിങ്ങളെ നഷ്ടപ്പെടുക. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പൈസ കൊടുത്തിട്ട് വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സിനെയും കേട്ടിട്ടുണ്ടായിട്ട് വരും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു 15000 20,000 രൂപ വെച്ച് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വല്ലവരും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് വെക്കുക. അതിൽ നിന്ന് ഒരു വരുമാനം ഇല്ലാത്തൊരു അവസ്ഥയാവും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായി ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.